ദുബായിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും ചെറുപ്പക്കാരായ പ്രൊഫഷണൽസിനും തങ്ങളുടെ പ്രതിമാസ താമസ ചെലവുകൾ കുറയ്ക്കാനുള്ള പ്രധാന വഴികളിൽ ഒന്നാണ് മറ്റുള്ളവരുമായിട്ട് അപ്പാർട്ട്മെന്റ് പങ്കിടുക അഥവാ റൂംമേറ്റ് ആയിട്ട് താമസിക്കുക എന്നത്. എന്നാൽ അനിയന്ത്രിതമായ സബ്ലെറ്റിംഗ്, അനധികൃത ബെഡ് സ്പേസുകൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത താൽക്കാലിക മുറികൾ എന്നിവ സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ദുബായ് ഭരണകൂടം വാടക വ്യവസ്ഥകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. 2026 4-ാം നമ്പർ നിയമപ്രകാരം ദുബായിലെ ഷെയർഡ് ഹൗസിംഗ് അഥവാ വീടുകൾ പങ്കിട്ടുള്ള താമസം പൂർണ്ണമായും കൃത്യമായ നിയമപരിധിക്ക് കീഴിലാക്കി. ദുബായിൽ അപ്പാർട്ട്മെന്റുകൾ പങ്കിടുന്നത് സർക്കാർ പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല, മറിച്ച് കൃത്യമായ പെർമിറ്റുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കി അതിനെ ഔദ്യോഗിക നിയമ സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുക്കുന്ന പ്രധാന വാടകക്കാരൻ കെട്ടിട ഉടമയുടെ മുൻകൂട്ടിയുള്ള രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെ ആ ഒരു വസ്തു മറ്റൊരാൾക്ക് മറിച്ച് നൽകുന്നതിനെയാണ് സബ്ലെറ്റിംഗ് എന്ന് പറയുന്നത്. ദുബായിലെ വാടക നിയമങ്ങൾ അനുസരിച്ച് കെട്ടിട ഉടമയുടെ വ്യക്തമായ എഴുതി തയ്യാറാക്കിയ സമ്മതമില്ലാതെ ഒരു കെട്ടിടമോ അതിന്റെ ഭാഗമോ മൂന്നാമതൊരാൾക്ക് വാടകയ്ക്ക് നൽകാനോ ഉപയോഗിക്കാൻ അനുവദിക്കാനോ പാടില്ല. ഉദാഹരണത്തിന്, നിങ്ങളൊരു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്ത് അതിലെ മുറി കെട്ടിട ഉടമയോട് പറയാതെ മറ്റൊരു വ്യക്തിക്ക് വാടകയ്ക്ക് നൽകുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായ സബ്ലെറ്റിംഗ് ആയിട്ട് കണക്കാക്കപ്പെടും. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രധാന വാടക കരാർ ലംഘിച്ചതിന് മുൻകൂട്ടി അറിയിപ്പില്ലാതെ തന്നെ വാടകക്കാരനെ ഒഴിപ്പിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും കെട്ടിട ഉടമയ്ക്ക് അധികാരമുണ്ട്. അതേസമയം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നത് നിയമവിധേയമാണ്. സ്വന്തം കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുന്നതിനോ അല്ലാതെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത സഹതാമസക്കാരുമായിട്ട് അപ്പാർട്ട്മെന്റ് പങ്കിടുന്നതിനോ തടസ്സമില്ല. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെയും ദുബായ് മുനിസിപ്പാലിറ്റിയുടെയും ഔദ്യോഗിക ചാനലുകൾ വഴി കൃത്യമായി രജിസ്റ്റർ ചെയ്ത താമസക്കാർക്കും ദുബായിലെ ഷെയർഡ് ഹൗസിംഗ് നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന പങ്കാളിത്ത രീതികൾക്കും പൂർണ്ണ നിയമ പരിരക്ഷ ലഭിക്കും. എന്നാൽ വാടകക്കാർ സ്വയം തീരുമാനമെടുത്ത് മുറികളോ ബെഡ് സ്പേസുകളോ വാടകയ്ക്ക് കൊടുക്കുന്നതും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മരപ്പലകകൾ ഉപയോഗിച്ച് താൽക്കാലിക വിഭജനങ്ങൾ സൃഷ്ടിച്ച് മുറികൾ തിരിക്കുന്നതിനും പൂർണ്ണമായും ശിക്ഷാർഹമാണ്. ദുബായ് ലോ നമ്പർ 4 2026 എമിറേറ്റിൽ ഉടനീളമുള്ള ഷെയർഡ് ഹൗസിംഗ് മേഖലയെ കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കാൻ ലക്ഷ്യമിടുന്നു. പ്രധാനമായും 3 വിഭാഗങ്ങൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. തങ്ങളുടെ പ്രോപ്പർട്ടികൾ ഷെയർഡ് ഹൗസിംഗിനായിട്ട് മാറ്റിവെക്കുന്ന കെട്ടിട ഉടമകൾ, ഇത്തരം കെട്ടിടങ്ങൾ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും ലൈസൻസ് ഉള്ള ഓപ്പറേറ്റർമാർ, നിർദ്ദിഷ്ട ഷെയർഡ് ഹൗസിംഗ് യൂണിറ്റുകളിൽ താമസിക്കുന്ന വാടകക്കാർ എന്നിവരാണിവർ. കൂടാതെ ദുബായിലെ ഫ്രീ സോണുകളിലും പ്രൈവറ്റ് ഡെവലപ്മെന്റ് മേഖലകളിലും ഈ നിയമം ഒരുപോലെ ബാധകമാണ്. എന്നാൽ കമ്പനികൾ ജീവനക്കാർക്കായിട്ട് നൽകുന്ന പ്രത്യേക ലേബർ അക്കോമഡേഷനുകളെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ഔദ്യോഗിക പെർമിറ്റുകളാണ്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെയോ മറ്റ് ബന്ധപ്പെട്ട അതോറിറ്റികളുടെയോ പ്രത്യേക അനുമതി ഇല്ലാതെ ഇനി മുതൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റും ഷെയർഡ് ഹൗസിംഗ് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. സാധാരണയായി 1 വർഷത്തെ കാലാവധിയുള്ള പെർമിറ്റുകളാണ് നൽകുന്നത്. എന്നാൽ ഉടമകൾക്ക് വേണമെങ്കിൽ 2 വർഷത്തെ പെർമിറ്റിനായും അപേക്ഷിക്കാം. പെർമിറ്റിന്റെ കാലാവധി കഴിയുന്നതിന് കുറഞ്ഞത് 30 ദിവസം മുമ്പെങ്കിലും പുതുക്കലിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അനുമതി ലഭിക്കുന്നതിനായിട്ട് കെട്ടിടങ്ങൾ നിശ്ചിത കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഒപ്പം താമസക്കാർക്ക് ആവശ്യത്തിന് ഇടം നൽകുകയും വേണം. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് കുറഞ്ഞത് 5 ചതുരശ്ര മീറ്റർ വാസസ്ഥലം നിർബന്ധമായും ലഭ്യമായിരിക്കണം. ഷെയർഡ് ഹൗസിംഗ് യൂണിറ്റുകൾ ആർക്കൊക്കെ വാടകയ്ക്ക് നൽകാം എന്നതിലും പുതിയ നിയമം വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നുണ്ട്. കെട്ടിട ഉടമയ്ക്കോ അല്ലെങ്കിൽ ഇതിനായിട്ട് ഔദ്യോഗിക ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്കോ മാത്രമേ ഒരു ഷെയർഡ് ഹൗസിംഗ് യൂണിറ്റ് പാട്ടത്തിന് നൽകാൻ അധികാരമുള്ളൂ. ഒരു സാധാരണ വാടകക്കാരന് ഈ അപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പോലും സബ്ലീസ് ചെയ്യാനുള്ള അധികാരമില്ല. 3 രീതികളിലാണ് ഷെയർഡ് ഹൗസിംഗ് ലീസിംഗ് സാധ്യമാകുന്നത്. ഉടമ നേരിട്ട് താമസക്കാർക്ക് വാടകയ്ക്ക് നൽകുന്ന രീതി, ലൈസൻസ് ഉള്ള ഏജൻസികൾ ഉടമയ്ക്ക് വേണ്ടി വാടക ഭരണം നടത്തുന്ന രീതി, അല്ലെങ്കിൽ ഒരു കമ്പനി ഉടമയിൽ നിന്ന് പ്രോപ്പർട്ടി മൊത്തമായിട്ട് വാടകയ്ക്കെടുത്ത് അനുമതിയോടെ സബ്ലീസ് ചെയ്യുന്ന രീതി. ഇവയാണത്. ഏത് രീതിയിലുള്ള വാടക ക്രമീകരണമായാലും ഷെയർഡ് ഹൗസിംഗ് യൂണിറ്റുകൾ കർശനമായ സാങ്കേതിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആരോഗ്യം, അഗ്നിസുരക്ഷ, ശുചിത്വം, സുരക്ഷാ ക്രമീകരണങ്ങൾ, വൈദ്യുത സംവിധാനങ്ങൾ എന്നിവ മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള നിലവാരം പുലർത്തണം. ഇതിനൊപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ മറ്റ് നിയമവിരുദ്ധ ബെഡ് സ്പേസുകളും പങ്കുവയ്ക്കൽ മുറികളും പരസ്യം ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ പരസ്യങ്ങൾ നിരീക്ഷിക്കാനും അനധികൃത ഇടപാടുകൾ തടയാനും ശക്തമായ മേൽനോട്ട സംവിധാനമാണ് വികസിപ്പിച്ചിരിക്കുന്നത്.
പുതിയ നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കടുത്ത സാമ്പത്തിക പിഴകളും മറ്റ് നിയമ നടപടികളുമാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലംഘനത്തിന്റെ ഗുരുതരാവസ്ഥ അനുസരിച്ച് 500 ദിറം മുതൽ 5 ലക്ഷം ദിറം വരെയാണ് ആദ്യഘട്ട പിഴകൾ. ആദ്യ നിയമലംഘനം നടന്ന് 1 വർഷത്തിനുള്ളിൽ വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ പിഴത്തുക ഇരട്ടിയാക്കുകയും പരമാവധി 10 ലക്ഷം ദിറം വരെയായിട്ട് ഉയരുകയും ചെയ്യും. പെർമിറ്റ് ഇല്ലാതെ ഷെയർഡ് ഹൗസിംഗ് നടത്തുന്നവർക്കും അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ആളുകളെ താമസിപ്പിക്കുന്നവർക്കും അനുമതിയില്ലാതെ താൽക്കാലിക വിഭജനങ്ങൾ നിർമ്മിക്കുന്നവർക്കും ഈ കടുത്ത പിഴകൾ ബാധകമാണ്. കേവലം സാമ്പത്തിക പിഴകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല പുതിയ ശിക്ഷാ നടപടികൾ. നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ വൈദ്യുതി, വാട്ടർ കണക്ഷനുകൾ വിച്ഛേദിക്കാനും ഇത്തരം അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് താമസക്കാരെ അടിയന്തരമായിട്ട് ഒഴിപ്പിക്കാനും മുനിസിപ്പാലിറ്റിക്ക് അധികാരമുണ്ട്. ഇതുകൂടാതെ നിയമലംഘനം നടത്തുന്ന ലൈസൻസ്ഡ് കമ്പനികളുടെ വാണിജ്യ ലൈസൻസ് റദ്ദാക്കുക, 6 മാസം വരെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുക, പെർമിറ്റ് ശാശ്വതമായി ക്യാൻസൽ ചെയ്യുക തുടങ്ങിയ കടുത്ത നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. ദുബായിൽ വാടകയ്ക്കായും ഷെയർഡ് ഹൗസിംഗ് ആയും താമസിക്കുന്ന പ്രവാസികൾ തങ്ങളുടെ വാടക കരാറുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ മുറിയോ ബെഡ് സ്പേസോ എടുക്കുന്നതിന് മുൻപ് കെട്ടിട ഉടമയ്ക്ക് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക ഷെയർഡ് ഹൗസിംഗ് പെർമിറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ആദ്യപടി. വാടകക്കാരൻ തങ്ങളുടെ കൂടെ മറ്റൊരാളെ താമസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എജാരി രജിസ്ട്രേഷനിലോ ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇലക്ട്രോണിക് രജിസ്ട്രേഷനിലോ അവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തുകയും ഉടമയുടെ എഴുതി തയ്യാറാക്കിയ സമ്മതം വാങ്ങുകയും വേണം. വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലോ കാണുന്ന നിയമവിരുദ്ധ വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ പ്രവാസികൾക്ക് താങ്ങാനാകുന്ന ചെലവിൽ വാടക പാർപ്പിടം കണ്ടെത്താനുള്ള അവസരങ്ങൾ പൂർണ്ണമായി നിഷേധിക്കാതെ തന്നെ നഗരത്തിന്റെ സുരക്ഷയും കെട്ടിടങ്ങളുടെ ഗുണനിലവാരവും ഉറപ്പാക്കുക എന്നതാണ് ദുബായ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അനധികൃത കുടിയേറ്റവും അശാസ്ത്രീയമായ തിരക്കും മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കി സമാധാനപരമായ അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ ഈ പുതിയ നിയമം സഹായിക്കും. വാടകക്കാരും കെട്ടിട ഉടമകളും ഒരുപോലെ പുതിയ നിയമാവലികൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് വഴി വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.